ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്താ പറയുക, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ 306 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 4 മാസം ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പം വലിയ ഇതായിട്ട് അല്ലായിരിക്കാം, പക്ഷേ എനിക്കത് വലുതാണ്. കാരണം വെച്ചാൽ ഒന്നും പ്രതീക്ഷിക്കാതെ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് കേട്ടോ. ആരെയും സപ്പോർട്ടില്ല, എനിക്ക് ആരും വീഡിയോ ഇട്ട് ചെയ്തിരുന്നില്ല, ആരും ഒന്നും എഡിറ്റ് ചെയ്തിരുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല. കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അവൻ കളിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ വീഡിയോസ് പിടിക്കുന്നത്. നൈറ്റ് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം പിന്നെ എന്താ പറയുക, പിന്നെ ഫസ്റ്റ് കാര്യം വെച്ചാൽ റേഞ്ചിൻ്റെ കാര്യം ഭയങ്കര സ്ലോ ആണ്. ചിലപ്പോൾ ഞാൻ ഒരു 7 മണിക്ക് ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ പോസ്റ്റ് ആവുന്നത് 8 മണിക്ക് 9 മണിക്ക്, അത്രയും ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അപ്പം ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ വലിയ എന്താ പറയുക, വച്ച് നീട്ടുന്നില്ല, കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഞാൻ ഇന്ന് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ടു. അതായത് ഒഡീഷയിലെ ഹൈക്കോടതിയിൽ വന്ന ഒരു നിയമം, അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ കണ്ടു കാണുമായിരിക്കും പലരും. അതായത് വിവാഹത്തിന് ശേഷം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നില്ല, സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ സ്വത്തുമല്ല, സ്ത്രീകൾക്ക് ആഫ്റ്റർ മാരേജ് എവിടെ താമസിക്കാമെന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാം. ഇങ്ങനൊരു നിയമമാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഫസ്റ്റ് കണ്ടപ്പോൾ ഞാനത് ലൈക്ക് ചെയ്തു. ഞാൻ ഫസ്റ്റ് തന്നെ കമൻറ്റും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്തത് ഈ നിയമത്തിൽ തെറ്റ് പറയാൻ കഴിയില്ല, കാരണം ഇത് എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. അത് ഞാൻ വ്യക്തമായി പറഞ്ഞു ആ കമൻറ്റിൽ. എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്, തെറ്റായി തോന്നാം മറ്റുള്ളവർക്ക്, പക്ഷേ ഇത് എനിക്ക് ശരിയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ കമൻറ്റ് ഇട്ടത്. ഓക്കെ, ആ കമൻറ്റ് ഇങ്ങനെയായിരുന്നു: ഞാൻ എന്താ പറയുക, ഈ നിയമത്തിൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം വിവാഹത്തിന് മുന്നേ ഒരു പെൺകുട്ടി ജീവിത രീതിയിൽ നിന്ന് പെട്ടെന്നൊരു എന്താ പറയുക, ഒരു ആഫ്റ്റർ മാരേജ് ലൈഫിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത സ്ഥലങ്ങളിലല്ലോ ഉണ്ടാവും. അപ്പം ആ പെൺകുട്ടിക്ക് അത് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ പൂർണ്ണമായും അത് എന്താ പറയുക ആഗ്രഹിക്കും. അവൾ പാർട്ട്ണറുമായിട്ട് മാറി താമസിക്കാം, മാതാപിതാക്കളെ വേണ്ടെന്ന് വെക്കാനില്ല, അവരുടേതായ ഒരു സ്പേസിൽ മാറി താമസിക്കാം, കുട്ടികളായിട്ട് മാറി താമസിക്കാം, സന്തോഷത്തോടെ അവരുടേതായ ഒരു ജീവിതം, പുതിയൊരു ന്യൂ ലൈഫല്ലേ, അപ്പോൾ അത് ജീവിക്കാം എന്നുള്ളൊരു ആഗ്രഹം ഏതൊരു പെൺകുട്ടിക്കും കാണും. അപ്പോൾ അത് ഈ ഒരു നിയമം ശരിയായ നിയമമാണ്. കാരണം അങ്ങനെ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാകാം എന്നുള്ള രീതിയിൽ ഞാൻ കമൻറ്റ് ഇട്ടു. ഓക്കെ, അപ്പം ആ കമൻറ്റിന് ഇപ്പം 600 സംതിങ് എത്ര ആയിട്ടുണ്ട്, അത്രയും പേര് ലൈക്കും ചെയ്തിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്ത് എന്താ പറയുക, ഒരുപാട് സ്ത്രീകളും കുറച്ച് ആണുങ്ങളും ഉണ്ട് കേട്ടോ, ബോയ്സും ഉണ്ട്. കമൻറ്റിന് എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് മനസ്സിലാക്കി 600, അത് വലിയ എമൗണ്ട് ആയിരിക്കില്ല, പക്ഷേ 600 സംതിങ് പേര് ലൈക്കും ചെയ്താണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒപ്പീനിയൻ തെറ്റല്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ. അപ്പം എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്, ഒരുപാട് സ്ത്രീകൾ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് യോജിച്ച് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പം ഇതിലൊരു തെറ്റ് പറയാൻ കഴിയുമോ, നിങ്ങൾ തന്നെ പറയണം. കാരണം വെച്ചാൽ അപ്പം പിന്നെ ഒരു കാര്യം, അതിൽ നെഗറ്റീവ് പറഞ്ഞൊരു വ്യക്തി പറഞ്ഞൊരു കാര്യം, കഷ്ടപ്പെട്ട് എന്തിനാണ് പിന്നെ മാരേജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു വ്യക്തിയും കഷ്ടപ്പെട്ടല്ല മാരേജ് ചെയ്യുന്നത്, ഒരാളെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് മാരേജ് ചെയ്യുന്നത്. ആ മാരേജിന് ശേഷം അവിടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കാരണം മാത്രമാണ് അവർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ്, അങ്ങനെ ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതവരോട് തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ഫാമിലികളും കാണും, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും ഒരാളുടെ ലൈഫും ഒരാൾ പറയുന്നത് കേട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ലൈഫല്ല. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ അവരോട് പറയുകയാണ്, നമ്മൾ പറയുന്നത് കേട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികളുടെ വീട്ടുകാരോട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. പിന്നെ അവർ ഒരിക്കലും ആൺകുട്ടികൾ അല്ലെങ്കിൽ ആണുങ്ങൾ ഒരിക്കലും അങ്ങനെ സമ്മതിക്കില്ല. അപ്പം എന്തുകൊണ്ട് പെൺകുട്ടികൾ മാത്രം അങ്ങനെ ചെയ്യണമെന്ന്, അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്ന് പറയുന്നത് അത് തെറ്റല്ലേ? ഓക്കെ, അപ്പം ഈ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞ ഒരാൾ പറഞ്ഞതാണ്, നമുക്ക് മാതാപിതാക്കളുള്ളല്ലേ, അവരും വയസ്സാവുന്നതാണ്, അവർക്ക് പ്രായമാവില്ല, അപ്പോൾ അവരെ കളഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, പെൺകുട്ടികളുടെ അമ്മമാർക്ക് മാതാപിതാക്കളൊക്കെ ഉള്ളതല്ലേ, കല്യാണം കഴിഞ്ഞ ശേഷം അവരെന്താ പ്രായമായില്ലേ, അവരമ്മയും അച്ഛനൊന്നും പ്രായമായില്ലേ, അപ്പോൾ അവരെ നോക്കാം, അല്ലെങ്കിൽ അവർക്കൊപ്പം നിന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കൊപ്പം നിൽക്കണമെന്ന് തന്നെ ഇല്ല, സെപ്പറേറ്റ് ഒരു വീട് മാറി താമസിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. പിന്നെ ഇപ്പോൾ എന്തുമാത്രം മരണങ്ങളാണ് സംഭവിക്കുന്നത്, ഒരു സ്ഥലത്ത് സ്ത്രീധനത്തിൻ്റെ പേരിലും അതും ഇതും ഒന്നും പറഞ്ഞുകൊണ്ട് എന്തുമാത്രം മരണങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ നിയമത്തിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിലല്ല, ഇത് ഒഡീഷയിലാണ്. ഞാൻ ഫസ്റ്റ് എന്താ പറയുക, ഒഡീഷയാണെന്ന് കണ്ടില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് പോസ്റ്റ് കൊടുത്തതെന്ന് മാത്രമേ വെച്ചു. പിന്നെയാണ് ഞാൻ ഒഡീഷയിൽ ഹൈക്കോട്ടെന്ന് കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിലല്ല, ഒഡീഷയിലാണ് ആ നിയമം. നല്ലൊരു നിയമമാണ്, എനിക്ക് നല്ലൊരു നിയമമായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് അത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ നല്ലൊരു നിയമമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതിനെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഒപ്പീനിയനും കമൻറ്റായിട്ട് ഞാൻ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കിത് തെറ്റായിട്ട് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ കമൻറ്റ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, എല്ലാവരും ഞാൻ പറഞ്ഞ കമൻറ്റ് കറക്റ്റാണ്, അല്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് മനസ്സിലാക്കി കേട്ടോ, ഇതേപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. അപ്പം ഇതൊരിക്കലും ഒരു പെൺകുട്ടികളുടെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് അഹങ്കാരം അങ്ങനെയൊന്നുമല്ല, ഇതൊരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് മനസ്സിലാക്കാത്തൊരു പ്രശ്നമാണെങ്കിൽ അത് ഒരിക്കലും എന്താ പറയുക, ലൈഫ് മുന്നോട്ട് പോകാൻ തോന്നുന്നില്ല. കാരണം അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊരു വാക്കേ ഇല്ല
ലൈഫിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഒരാൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. 2 പേരും നമ്മൾ തീരുമാനമെടുത്ത്, അല്ലെങ്കിൽ നമുക്കൊരു കുടുംബമുണ്ട്, അച്ഛനും അമ്മയും വേണ്ട എന്നാൽ അവരെ നോക്കണം, അവരെ കാര്യങ്ങളെല്ലാം നോക്കണം. പക്ഷേ നമ്മളെ വിശ്വസിച്ചൊരു പെൺകുട്ടിയുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് മാറി താമസിക്കാം, നമ്മുടേതായ രീതിയിൽ മാറി താമസിക്കാം. അപ്പോൾ അവിടെ ഒരു കുറവോ കുറ്റങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്താണ് തെറ്റ്? അതൊരു പെൺകുട്ടി ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട്? ഒരു തെറ്റുമില്ല. അതിന് ഇങ്ങനെ കുറേ പേര് നെഗറ്റീവായിട്ട്, അതിന് പറയുന്ന ഫുൾ ആണുങ്ങളാണ് കേട്ടോ, നെഗറ്റീവായിട്ട് പറയുന്നവർക്ക് അവർക്കറിയില്ല. അവർ എത്ര ദിവസം വന്ന് പെൺകുട്ടികളുടെ വീട്ടിൽ നിൽക്കും, അവർക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റും? ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ല. ഒരു ദിവസം നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര അലർജി ആയിരിക്കും. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു വീട് വിട്ട് മാറി വന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥയോ, അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പെരുമാറാൻ ഒരിടം, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ്, നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള സ്ഥലം, അത് നമ്മുടെ വീട് കഴിഞ്ഞാൽ നമുക്ക് വേറെ എങ്ങുമില്ല. അതങ്ങനെ ഒരു ഇടം നമുക്കുണ്ടായി, അതൊരു വാടക വീടായിക്കോട്ടെ, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള വീടായിക്കോട്ടെ, ഉണ്ടെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ നിയമത്തിൽ എന്തെങ്കിലും തെറ്റ് പറയാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ നിയമത്തിൽ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം ഇതിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങളുടെ നല്ലൊരു നിയമം വന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിൽ എന്നെ പൊങ്കാലിടാൻ വരുന്ന ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റവും ഞാൻ ഈ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഈ ഒരു എൻ്റെ അഭിപ്രായത്തോട് ഞാൻ ഒരിക്കലും മാറ്റത്തില്ല. കാരണം ഞാൻ ഉറച്ചു തന്നെ പറയും, ഈ ഒരു നിയമം ഒരിക്കലും തെറ്റാണ്. കാരണം ഞാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. 100% പറയും. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കാണുന്നുണ്ടായിരിക്കാം, എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതി തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ നിയമത്തോട് ഒരിക്കലും എന്താ പറയുക, തെറ്റെന്ന് പറയത്തില്ല. കാരണം ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടേതായിട്ടൊരു സ്പേസ്. ഓക്കെ, അതേപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അമ്മമാരുണ്ട്. നമ്മളിപ്പം നമ്മളെപ്പോലെ നമ്മളെ അമ്മമാരും ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരില്ല. അപ്പോൾ അവരും ആഗ്രഹിക്കുന്നവരാണ് അവരുടേതായൊരു സ്പേസ്. നമ്മളിപ്പോൾ ഇവിടെ പോയി തൊട്ടാലൊരു പ്രശ്നം, അല്ലെങ്കിൽ അത് ചെയ്താൽ കുറ്റം, ഇത് ചെയ്താൽ കുറ്റം, അങ്ങനെ കുറ്റം, ഇങ്ങനെ കുറ്റം, ഇതൊക്കെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മെൻ്റലി നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ കൂടെ ഉണ്ടെങ്കിൽ 100% ആ ലൈഫ് ഹാപ്പിയായിട്ട് തന്നെ പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ഈ വീഡിയോയ്ക്ക് എല്ലാവരും എന്താ പറയുക, ഈ വീഡിയോയ്ക്കല്ല, ഈ ഒരു നിയമത്തിനോട് നിങ്ങൾക്ക് എന്താ പറയുക സത്യസന്ധമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളുടെ ചാനൽ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.